Hello dear students, welcome back all of you. So last class നമ്മൾ ചെയ്ത മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ കുട്ടികളും ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ പ്രോബ്ലംസും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A 3 centimeter wire carrying current. ഓക്കെ, കറന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. കറന്റ് എത്രയാണ് തന്നിട്ടുള്ളത്? കറന്റ് തന്നിട്ടുള്ളത് 10 ആംപിയർ ആണ്. കറന്റ് തന്നിട്ടുള്ളത് എത്രയാണ്? 10 ആംപിയർ ആണ് നമുക്ക് കറന്റ് തന്നിട്ടുള്ളത്. സോ എഴുതാം, കറന്റ് ഈക്വൽ ടു 10 ആംപിയർ എന്ന് എഴുതാം. പ്ലേസ്ഡ് ഇൻസൈഡ് എ സോളിനോയിഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ്. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ തീറ്റ 90 ഡിഗ്രി എന്ന് വരും. Then 0.27 Tesla. What is the magnetic force on the wire എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാം നോക്കാം. ക്വസ്റ്റ്യൻ 3 സെന്റിമീറ്റർ വയർ അല്ലേ. സോ ലെങ്ത് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. ദെൻ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്നെടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 0.27 ടെസ്ല. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദ വയർ എന്നാണ് ക്വസ്റ്റ്യൻ. കറന്റും തന്നിട്ടുണ്ട് അല്ലെ, കറന്റ് തന്നിട്ടില്ലേ? 3 സെന്റിമീറ്റർ ക്യാരിയിങ് കറന്റ് ഓഫ് 10 ആംപിയർ. കറന്റ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് അല്ലെ. സോ എഫ് ഈക്വൽ ടു ഇക്വേഷൻ BIL സൈൻ തീറ്റ. ഇതില് വാല്യൂസ് കൊടുക്കുമ്പോൾ എഫ് ഈക്വൽ ടു 0.27 ഇൻറ്റു കറന്റ് 10 ഇൻറ്റു L 3 സെന്റിമീറ്റർ 3 ഇൻറ്റു 10⁻² ഇൻറ്റു സൈൻ 90, ഇറ്റ് ഇസ് 1 ഓൺലി. ദെൻ ബാക്കി നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 27 ഇൻറ്റു 10⁻² ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു 10⁻². ഇവിടെ 10⁻², 10⁻², 10⁻4 എന്ന് വരുന്നു. 10⁻4 പ്ലസ് 1 10⁻³ എന്ന് വരുന്നു. 27 ഇൻറ്റു 3, 23s are 60, 7 3s are 21. അപ്പോൾ 81 എന്ന് വരും അല്ലെ. 27 ഇൻറ്റു 3 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 21 2 അല്ലെ, 81 എന്ന് വരും. സോ ദി ആൻസർ ഈസ് 81 ഇൻറ്റു 10⁻³ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദി വയർ ആണ് ചോദിച്ചത്. ഇക്വേഷൻ BIL സൈൻ തീറ്റ. എല്ലാ വാല്യൂസ് ഉണ്ട്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വാല്യൂസ് കിട്ടി, ആൻസർ കിട്ടി. എളുപ്പല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 ലോങ് പാരലൽ സ്ട്രൈറ്റ് വയേഴ്സ്. കറന്റ് തന്നിട്ടുണ്ട് രണ്ടെണ്ണത്തിലെയും. ദെൻ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ ഫോഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ ഫോഴ്സ് ഓൺ 10 സെന്റിമീറ്റർ. ആദ്യം ക്യാപിറ്റൽ F എന്ന് പറയുമ്പോൾ ഇക്വേഷൻസ് എങ്ങനെ എഴുതാം? ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πr എന്നുള്ളതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ആ കിട്ടിയ ഫോഴ്സിനെ 10 സെന്റിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോഴ്സ് ഓൺ എ സെക്ഷൻ ഓഫ് വയർ എന്ന് കിട്ടും അല്ലെ. സ്മോൾ എഫിനെ സ്മോൾ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ക്യാപിറ്റൽ F കിട്ടും. നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്മോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F/L ആണ്. ഇതേപോലെ തന്നെ ക്യാപിറ്റൽ F എന്ന് പറഞ്ഞാലോ സ്മോൾ എഫ് ഇൻറ്റു L എന്നാണ് നമ്മുടെ ഇക്വേഷൻസ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സോ അങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോൾ 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആംപിയർ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2π. R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് 8 ആംപിയർ ഇൻ ദ സെയിം direction separated by a distance of 4 centimeter. 4 into 10 raised to
4 into 10 raised to minus 2. ഓക്കെ, ഇപ്പം എല്ലാം ആയില്ലേ? മ്യൂസിയറുടെ വാല്യൂ ഞാൻ കൊടുത്തു, I1 കൊടുത്തിട്ടുണ്ട്, I2 കൊടുത്തിട്ടുണ്ട്, ദെൻ 2π കൊടുത്തിട്ടുണ്ട്, R കൊടുത്തിട്ടുണ്ട്. സോ പൈ ക്യാൻസൽ ചെയ്തു, 4 ക്യാൻസൽ ചെയ്തു. ദെൻ ബാക്കി വരുന്നത് നോക്കൂ, ഈ -2 മുകളിലേക്ക് വരുമ്പോൾ 10 raised to എന്തായിട്ട് മാറും? +2 ആയിട്ട് മാറും. ദെൻ -7ഉം +2 ചെയ്ത് കഴിഞ്ഞാൽ 10 raised to -5. ഇനി ന്യൂമറേറ്ററിൽ വരുന്നത് 4π പോയി 10 raised to -7 അറേഞ്ച് ചെയ്തു. 8 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എഴുതാം? 40 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ നമുക്ക് 2 മാത്രം, ഇത്രയല്ലേ വരുന്നുള്ളൂ. പൈ ക്യാൻസൽ ചെയ്തു, 4 ക്യാൻസൽ ചെയ്തു. 10 raised to -7ഉം 10 raised to -2 നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ബാക്കി വരുന്നത് എന്താ? ബാക്കി ഇവിടെ വരുന്നത് ഒരു 2 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 8 into 5 എന്നുള്ളത് 40 എന്നും എഴുതിയിട്ടുണ്ട്. ഇനി 40ഉം 2 നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് എന്താണ്? 2 into 10 raised to -5. ഇതാണ് നമുക്ക് കിട്ടിയ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എസ്റ്റിമേറ്റ് ദ ഫോഴ്സ് ഓൺ എ 10 cm സെക്ഷൻ ഓഫ് വയർ എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് കാണണമെങ്കിൽ നമ്മൾ പറഞ്ഞു സ്മോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എഫ് ബൈ എൽ ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫിനെ നമുക്ക് എങ്ങനെ കാണാം? ക്യാപിറ്റൽ എഫ് എന്ന് പറയുമ്പോൾ സ്മോൾ എഫിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സ്മോൾ എഫ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എഫ് കിട്ടണമെങ്കിൽ എന്താ? സ്മോൾ എഫ് ഇൻറ്റു സ്മോൾ എൽ ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ഈ 2 into 10 raised to -5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 10 raised to 10 cm എന്നുള്ളത് എങ്ങനെ എഴുതാം? 10 into 10 raised to -2 എന്ന് എഴുതാം. അപ്പോൾ ഈ 10 raised to -2ഉം +1ഉം ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 10 raised to -2ഉം 10 raised to +1 ആണെങ്കിൽ ഇവിടെ -1 വരും. ദെൻ -1 -5 -6 വരും. സോ ദി ആൻസർ ഈസ് 2 into 10 raised to -6. ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ SI യൂണിറ്റ് എന്ത് എഴുതാം? ന്യൂട്ടൺ എന്ന് എഴുതാം. ഓർത്ത് വെക്കുക, സ്മോൾ എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ബൈ എൽ എന്നാണ് ഇക്വേഷൻ എഴുതേണ്ടത്. ക്യാപിറ്റൽ എഫ് ആണെങ്കിലോ സ്മോൾ എഫ് ഇൻറ്റു എൽ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്യാപിറ്റൽ എഫ് ആണ്. ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എഫ് ഇൻറ്റു എൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പറഞ്ഞത് മനസ്സിലായോ? വളരെ എളുപ്പമുള്ള. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലോസ്ലി wound solenoid 80 cm long has 5 layers of windings of 400 turns each. Then diameter they said 1.8 cm. If the current is 8 ampere, estimate the magnitude of magnetic field. സോളിനോയിഡിന്റെ കേസിൽ B equal to mu0 Ni എന്നുള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. ഇനി എങ്ങനെ നമുക്കിവിടെ N ഫൈൻഡ് ഔട്ട് ചെയ്യാം? സോ N കാണണമെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് 5 ലെയർ അല്ലേ? സോ വി ഹാവ് 5 layers into they said the number of turns are 400. So you should multiply 5 into 400 divided by, we have length they said 80 centimeter, that means 80 into 10 raised to -2. So always keep in mind, if in the question they are saying layers and the windings, I mean the total number of windings or turns, so you should multiply the number of layers into the total number of turns. So this will be the N. After you should find B. So magnetic field we have mu0 Ni. So that is 4 pi into 10 raised to -7. That is the value of mu0. അല്ലേ? നമ്മളെല്ലാവരും പഠിച്ചതാണ്. Into the N will be 5 into 400 divided by 80 into 10 raised to -2. After you should multiply it by this value by the current. So what is the current here? Current they said how much? 8 ampere. So I will repeat once again. The equation is mu0 Ni. Mu0 is the
വാല്യൂ 4 പൈ ഇൻറ്റു 10⁻⁻7 വി ഹാവ് അല്ലേ, 4 പൈ ഇൻറ്റു 10⁻⁻7 എന്നാണ് അതിന്റെ വാല്യൂ എന്ന്. പെർമിയബിലിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് എന്നാണ് മ്യൂ0 കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. സോ ആ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 പൈ ഇൻറ്റു 10⁻⁷ ഇൻറ്റു n എന്ന് എടുക്കുമ്പോൾ 5 ലെയേഴ്സ് ഉണ്ട്, ദെൻ 400 ടേൺസ് ഈച്ച്. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലെങ്ത് കൊണ്ട്, ഓക്കെ, സോ ലെങ്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് എത്ര ലെങ്ത് 80 സെന്റിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ -2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ആഫ്റ്റർ സി ഇവിടെ വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ -80 ഉണ്ട് 8 ഉണ്ട് അല്ലെ. സോ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി വരുന്നത് എന്താ, 10 വരും. സോ 10 ഇൻറ്റു 10⁻², ദാറ്റ് വിൽ ബി 10⁻⁻1. അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 10⁻+1. ആ 10⁻+1ഉം -7ഉം 10⁻⁻6 ആയിട്ട് മാറും. സോ 10⁻⁻6 ഇൻറ്റു 4 പൈ ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 10 സ്ക്വയർ എന്ന് എഴുതാം. 10 സ്ക്വയറും -6ഉം 10⁻⁻4 എന്ന് വരും. ദെൻ ഇവിടെ ആഫ്റ്റർ 5 ഇൻറ്റു 4 എന്താ 20. സോ 2 ഇൻറ്റു 10 എന്ന് എഴുതാം. ഇൻറ്റു വി ഹാവ് അഗെയിൻ 4 പൈ അല്ലെ, 4 പൈ കൂടി ഉണ്ട്. ഇനി എന്താ, ഈ -4ഉം +1ഉം 10⁻³ ഇൻറ്റു 8 പൈ എന്ന് വരും. 8 പൈ ഈസ് 3.14 ഇൻറ്റു 8 അല്ലെ, 3.14 ഇൻറ്റു 8 എന്ന് വരും. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ 8 4s are 32, carry 3, 8 1s are 8, 8 plus 3 11, carry 1, 8 3s are 24, 24 plus 1 25. So decimal place ഇടുമ്പോൾ അല്ലെ 2 പ്ലേസ് ഇടുന്നു. സോ ഇറ്റ് വിൽ ബി 25.12 ഇൻറ്റു 10⁻⁻3. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ദാറ്റ് മച്ച് ടെസ്ല. അത് നിങ്ങൾക്ക് 2.5 ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ആൻസേഴ്സ് മാറ്റി എഴുതാൻ പറ്റും. എളുപ്പല്ലേ? സോ മ്യൂ0 ni എന്നുള്ള ഇക്വേഷനും എന്നിനെ എങ്ങനെ ലെയേഴ്സ് തരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം, ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് കൂടി നിങ്ങൾ ഇവിടുന്ന് ഓർത്ത് വെക്കണം. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കൂ. A square coil of the side 10 cm consisting of 20 turns carries a current 12 ampere. The coil is suspended vertically and normal to the plane of the coil, making an angle of 30 degree with the direction of uniform magnetic horizontal magnetic field 0.8 Tesla. What is the magnitude of torque? So torque in the equation എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നോക്കാം. എല്ലാവരും പഠിച്ച കോൺസെപ്റ്റ് ആണ് ടോർക്ക് എന്നൊക്കെ പറയുന്നത് അല്ലെ. നമ്മൾ ബേസിക് ക്ലാസ്സുകളിൽ തന്നെ ടോർക്കിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. ടോർക്ക് വി ഹാവ് ടോർക്ക് BANI sin theta. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ടോർക്ക്? BANI sin theta. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, A ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അല്ലേ നമ്മൾ ബേസിക് വെച്ച ഒരു ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുന്നത്, ഇതൊക്കെ ടോർക്കിന് എക്സാമ്പിൾ ആണ്. ലൈക്ക് നമ്മുടെ ഒരു ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ നമ്മളെല്ലാവരും അല്ലെ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതുമായിട്ടുള്ള കോൺസെപ്റ്റ്. ഇതൊക്കെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കപ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെയാണ് ടോർക്കിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ എങ്ങനെയാണ് വാല്യൂസ് വരുന്നത് നോക്കൂ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയാണ്? 0.8. അപ്പോൾ 80 ഇൻറ്റു 10⁻⁻, എങ്ങനെ എഴുതാം? -2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 0.8 എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാം? 80 ഇൻറ്റു 10⁻². അതായത് 80/10 എന്ത് വരും? 8 വരും. വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ 0.8 എന്നത്. ഇനി ഏരിയ എടുക്കുമ്പോൾ സ്ക്വയർ അല്ലേ, അപ്പോൾ 10 സെന്റിമീറ്റർ അല്ലേ. 10 സെന്റിമീറ്ററിന് ആദ്യം ഞാൻ മീറ്ററിലേക്ക് മാറ്റാൻ -2 എഴുതി. ദെൻ അപ്പോൾ 10 ഇൻറ്റു 10⁻² മീറ്റർ കിട്ടി. ദെൻ സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ ഏരിയ എങ്ങനെയാണ് എഴുതുക? എന്തെടുത്താൽ മതി? സ്ക്വയർ എടുത്താൽ മതി പോരെ. സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് അതിൻ്റെ ഏരിയ വരുന്നത്. ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. ദാറ്റ്സ് ഇറ്റ്. ഹൗ മച്ച്? നമ്പർ ഓഫ് ടേൺസ് ചെക്ക് ചെയ്യൂ. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 20 ടേൺസ്.
സോ 2 into 10 എന്ന് എഴുതാം. Then they said the current how much? 12. Then sin 30. So after here 80 into 10 raised to minus 2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 8 into 10 raised to minus 1 എന്ന് എഴുതാം. കാരണം 80 എന്ന് പറയുമ്പോൾ 8 into 10 ആണ്. ആ 10 raised to plus 1ഉം minus 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ആഫ്റ്റർ ഹിയർ 10 സ്ക്വയർ എന്താ? 10 സ്ക്വയർ എങ്ങനെയായിട്ട് മാറ്റി എഴുതാം? അല്ലെ 10 സ്ക്വയർ എന്ന് എഴുതി ഇൻറ്റു 10 raised to minus 2 the whole square എന്നുള്ളത് എങ്ങനെയായിട്ട് മാറ്റി എഴുതാം? 10 raised to minus 2 അല്ലെ -4 ആയിട്ട്. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 10 into 10 raised to minus 2 എന്താണ്? -1 ആണ്. -1ന്റെ സ്ക്വയർ -2. അങ്ങനെയായാലും കറക്റ്റ് ആണ് അല്ലെ. ഇൻറ്റു ബാക്കി വരുന്നത് എന്താ? 2 into 12ന്റെ സൈൻ തീറ്റ വാല്യൂ 1/2 അല്ലെ. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്താൽ ഇവിടെ എത്ര വന്ന്? 12 വന്നു. സോ 6 into 10 എന്ന് വരും. ശരിയല്ലേ? 12 into 1/2 6 ആണ്. ആ 6 into 2 വീണ്ടും ചെയ്താൽ എന്ത് കിട്ടി? അല്ലെ ആ 6 into 2 വീണ്ടും ചെയ്താൽ എന്ത് കിട്ടി? 12 കിട്ടി. സോ 12 into 10 എന്ന് വരും. BA ഇവിടെ 20 BA കഴിഞ്ഞാൽ I ഈ 20 എന്നുള്ളത് 12 ആംപിയർ ഇവിടെ ക്വസ്റ്റ്യനിൽ 20 ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് 20. ദെൻ 12 ആംപിയർ 1/2 12ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 6 കിട്ടുന്നു. ദെൻ ആ 6ഉം വീണ്ടും 2 ഉണ്ടല്ലോ. അതായത് NIയിലെ 20 ടേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് ഉണ്ട് അല്ലെ. നോക്കൂ ഇതാ 20 ടേൺസ്. അപ്പൊ അങ്ങനെ 12 എന്ന് കിട്ടി. ഇനി 10 raised to +1ഉം -1ഉം എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ -4ഉം +2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര കിട്ടിയത്? -2 കിട്ടി. ദെൻ ഇവിടെ ബാക്കി വരുന്നത് എത്രയാണ്? 12 into 8 ഉണ്ട്. സോ ആൻസർ എത്രയായിരിക്കും? 96 into 10 raised to -2. ടോർക്കാണ് കാണുന്നത്. ടോർക്കിന്റെ SI യൂണിറ്റ് എന്താ? ന്യൂട്ടൺ മീറ്റർ. സോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ടോ ഈക്വൽ ടു ബാനി സൈൻ തീറ്റയാണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ള നമ്മുടെ ബേസിക് ഇക്വേഷൻ. അത് കഴിഞ്ഞ എല്ലാ ടേംസും തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുക. ദെൻ വളരെ ഈസി ആയിട്ട് ബേസിക് മാത്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ആൻസർ ആയിട്ട് എടുക്കാൻ കഴിയും. ശരിയല്ലേ? സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ടെസ്ല ഈസ് ദ യൂണിറ്റ് ഓഫ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്ക് കണ്ണും പൂട്ടി അല്ലെ ഇത് ആൻസർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. വളരെ ഒരു എന്താ പറയാ ഈസി ക്വസ്റ്റ്യൻസിന് നമുക്കൊരു ലോലിപോപ്പ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിന്റെ ആൻസർ എന്തായിരിക്കും? മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും എന്നൊക്കെ പറയാം. സോ അതാണ് ടെസ്ല എന്ന് പറയുന്ന ആ ഒരു ടേം യൂണിറ്റ് ആയിട്ട് വരുന്ന മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറയാം. ശരിയല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, circular coil has a radius A and the current flowing I എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സർക്കുലാർ കോയിൽ ആണെങ്കിൽ നേരത്തെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സർക്കുലാർ കോയിൽ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് എങ്ങനെ വരിക? സർക്കുലാർ കോയിൽ ആണെങ്കിൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. B ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ എന്ത് വരും? 2R എന്നുള്ള പാർട്ടാണ് വരുന്നത് അല്ലെ. ഇനി ഇവിടെ നോക്കൂ, μ0 ഒന്നും എടുക്കേണ്ട, തന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. സോ ഗിവൺ ഡാറ്റാസ് നമുക്ക് എടുക്കുമ്പോൾ I ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ I പറഞ്ഞിട്ടുണ്ട്. ദെൻ കറന്റ് I, റേഡിയസ് എത്രയാണ്? A അല്ലെ. അപ്പൊ റേഡിയസ് എന്തെടുക്കാം? ഈ 2 എടുക്കേണ്ട, അതും ഫിക്സ്ഡ് അല്ലേ. റേഡിയസ് എന്തെടുക്കാം? R എടുക്കാം ഒരു കേസിൽ. അടുത്ത കേസിൽ പറഞ്ഞിട്ടുണ്ട് അനദർ സർക്കുലാർ കോയിൽ റേഡിയസ് 2A എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ റേഡിയസ് 2A എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കറന്റ് എന്താ? 2I എന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കേസിൽ നമുക്ക് പറയാം B ഈക്വൽ ടു ഈ I എന്നുള്ളത് 2I ആണ്, അതുപോലെ R എന്നുള്ളത് എന്താണ്? 2R ആണ്. സോ ക്യാൻസലേഷൻ നടക്കില്ലേ? നോക്ക്, 2 കിട്ടി. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നമ്പർ 2. ആദ്യത്തെ കേസിലും I/R ആണ്, രണ്ടാമത്തെ കേസിലും I/R ആണ്. സോ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, മൈ ഡിയർ സ്റ്റുഡൻസ്, അതിന്റെ വാല്യൂ എന്തായിട്ടാണ് വരുന്നത്? 1:1 ആണ്. അതായത് കറന്റും ഡബിളായി, അതിന്റെ സെയിം ടൈം അതിന്റെ റേഡിയസും ഡിസ്റ്റൻസും ഡബിളായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റേഷ്യോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടാവോ? ഇല്ല, നോ ചേഞ്ച്. ഒരു ചേഞ്ചും അവിടെ വന്നിട്ടുണ്ടാകില്ല.
സോ 1:1 എന്നുള്ളതാണ് അതിന്റെ ആൻസർ. എളുപ്പല്ലേ? യെസ്, വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The magnetic field at a distance from a long wire is 0.4 ടെസ്ല അല്ലെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ആഫ്റ്റർ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2r എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, B'/B ഈക്വൽ ടു, ഓക്കെ, B'/B ഈക്വൽ ടു, ഞാൻ ആദ്യത്തെ കേസിൽ സം R എന്നെടുത്തു, രണ്ടാമത്തെ കേസിലോ സം ക്യാപിറ്റൽ R എന്നെടുത്തു. അതായത് മാഗ്നറ്റിക് ഫീൽഡും അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ ഞാൻ സ്മോൾ r എന്നെടുത്തു, രണ്ടാമത്തെ കേസിൽ ഞാൻ ക്യാപിറ്റൽ R എന്നെടുത്തു. ഇനി വാല്യൂസ് നോക്ക്. B0/B ഈക്വൽ ടു എന്താ പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം എ ലോങ് വെയർ ക്യാരിങ് എ കറന്റ് ഈസ് 0.4 ടെസ്ല. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റൻസ് ഓഫ് 2r എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് ഈ R എന്നുള്ളത് വാല്യൂ അല്ലെ, R എന്നുള്ള ഡിസ്റ്റൻസും ക്യാപിറ്റൽ R എന്നുള്ള ഡിസ്റ്റൻസും രണ്ടും എന്താണ്? ഡിഫറെന്റ് ഡിസ്റ്റൻസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഒന്നും കൂടി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റുഡൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇവിടെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ B ഈക്വൽ ടു 1/r എന്ന് പറയാം. ക്വസ്റ്റ്യനിൽ ആ വാല്യൂ തന്നിട്ടുണ്ട് 0.4 ടെസ്ല. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0.4 ടെസ്ല. സെക്കൻഡ് കേസിൽ പറഞ്ഞിട്ടുള്ളത് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ദേ സെറ്റ് 2r. അപ്പോൾ എത്രയായി ഈ 0.4 ചേഞ്ച് ആവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ B ഈക്വൽ ടു, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് 1/r യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/2r എന്നുള്ളത് എഴുതാം. ഈ 1/r ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 0.4. സോ 0.4/2 എന്ന് വരും. 0.4ന്റെ പകുതി, ദി ഹാഫ് ഓഫ് 0.4. സോ അതിന്റെ ആൻസർ വരുന്നത് എത്രയായിരിക്കും? 0.2 ടെസ്ല എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരിക. സോ വളരെ എളുപ്പമാണ്. R 2r ആയി മാറിയപ്പോൾ തന്നിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് 0.4 എന്നുള്ള അതിന്റെ പകുതിയായി മാറി, ഹാഫ് ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് ദി ആൻസർ, ഓപ്ഷൻ നമ്പർ 2. എളുപ്പല്ലേ? സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, എ തിൻ റിംഗ് ഓഫ് റേഡിയസ് r മീറ്റർ ഹാസ് ചാർജ് Q കൂളം യൂണിഫോംലി സ്പ്രെഡ് ഓൺ ഇറ്റ്. ചാർജ് തന്നിട്ടുണ്ട്. ആഫ്റ്റർ ദ റിംഗ് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് വിത്ത് എ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി അല്ലെ, റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ദി വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അറ്റ് ദി സെന്റർ ഓഫ് ദ റിംഗ്. ഓൾറെഡി നമുക്കറിയാം I ഈക്വൽ ടു, കറന്റിന്റെ ഇക്വേഷൻ ബേസിക് ആയിട്ട് നമ്മൾ ലോവർ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. I ഈക്വൽ ടു ഇക്വേഷൻ എന്താ? I ഈക്വൽ ടു ഇക്വേഷൻ Q/T എന്നെഴുതാം. ഞാൻ എഴുതിയത് കറക്റ്റ് അല്ലേ? I ഈക്വൽ ടു എങ്ങനെ എഴുതാം? Q/T എന്ന് എഴുതാം. ഇതില് ഈ Q ഇൻറ്റു 1/T എന്ന് നമുക്കിതിനെ മാറ്റിയെടുക്കാം. Q ഇൻറ്റു എങ്ങനെ എഴുതാം? 1/T എന്ന് എഴുതാം. Q ഇൻറ്റു 1/T എന്ന് എഴുതാം. ഈ 1/T എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ്. സോ I ഈക്വൽ ടു, എനിക്ക് എൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? QF എന്ന് എഴുതാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരൂ. എ തിൻ റിംഗ് ഓഫ് റേഡിയസ്, റിംഗ് അപ്പോൾ സർക്കുലാർ ഷേപ്പ് ആണ് അല്ലെ. സർക്കുലാർ ഷേപ്പിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ എഴുതിയതായിരുന്നു. ഇറ്റ് വിൽ ബി μ0 I ഡിവൈഡഡ് ബൈ 2r ആണ്. സോ I എന്നുള്ളത് എന്താക്കിയിട്ട് എടുക്കണം? QF ആക്കിയിട്ട് എടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ μ0 ഉണ്ട്, ദെൻ I എന്ന് പറഞ്ഞാൽ QF ഉണ്ട്, 2r ഉണ്ട്. ഓപ്ഷൻ നമ്പർ ഏതായിരിക്കും? D വിൽ ബി ദി ആൻസർ. μ0 QF/2r. വളരെ എളുപ്പമല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് Iന് Q/T എന്ന് പറയുന്ന ഇക്വേഷൻസ് കൊടുത്തുകൊണ്ട് അതിന് QF അല്ലെ, ചാർജ് ഇൻറ്റു ഫ്രീക്വൻസി, അതിലേക്ക് മാറ്റി എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. ഓപ്ഷൻസുമായിട്ട് നോക്കുമ്പോൾ ദി മോസ്റ്റ് സ്യൂട്ടബിൾ ഈസ് ഓപ്ഷൻ നമ്പർ D ആയിരിക്കും. പറഞ്ഞ ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം.
See, 20 ampere current long straight wire, intensity at a distance of 10 centimeter from the wire. That is a question. അപ്പോൾ ലോങ് വയർ ആണെങ്കിൽ വീണ്ടും ബി എന്നുള്ളതിന്റെ ഇക്വേഷൻസ് അല്ലെ, ബി നമ്മൾ പഠിച്ചതാണ്. ബിയുടെ ഇക്വേഷൻ എന്താ? ബി ഈക്വൽ ടു മ്യൂ സീറോ എൻ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ ലോങ് സ്ട്രൈറ്റ് വയർ എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കണം? 2 പൈ ആർ എന്നുണ്ടാവും. ഇനി വാല്യൂസ് കൊടുക്കുക. 4 പൈ ഇൻറ്റു 10⁻⁻7 ഇൻറ്റു flowing long straight wire, intensity of magnetic field, distance of 10 centimeter, current 20 ampere തന്നിട്ടുണ്ട് അല്ലേ. സോ 20 ഡിവൈഡഡ് ബൈ 2 പൈ ആർ എന്നുള്ളത് എത്രയാണ്? 10 സെന്റിമീറ്റർ. 10 ഇൻറ്റു 10⁻⁻2. 2 പൈയും 4 പൈയും ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് 2 ആണ് അല്ലേ? ആണ്. ഇനി ഈ 10 ഇൻറ്റു 10⁻2 കട്ട് ചെയ്താൽ ബാക്കി വരുന്നത് 10⁻⁻ എന്താണ്? -1 ആണ്. ഈ -1 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? 10⁻+1 ആയിട്ട് മാറി. ഈ സീറോയും ഈ സീറോയും ചേർത്താൽ 10⁻+2 ആയി. +2 -7 ചേർന്നാൽ 10⁻⁻5 ആയി. ഇനി നമ്പേഴ്സിന്റെ കാര്യം നോക്ക്. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. സോ ആൻസർ എന്തായിരിക്കും? ഒരു 4 ഇൻറ്റു 10⁻⁻5 എന്നുള്ളതാണ് ആൻസർ വന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 20 ആംപിയർ കറന്റ് ലോങ് സ്ട്രേറ്റ് വയർ, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ്, ഇക്വേഷൻ മ്യൂ0 ഐ ബൈ 2 പൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ മ്യൂ0യുടെ വാല്യൂ 4 പൈ ഇൻറ്റു 10⁻⁻7ഉം കറന്റിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 ആംപിയർ അല്ലേ. അപ്പൊ ഞാൻ അതിനെ 20 എന്നും എഴുതി. ദെൻ 2 പൈ ആർ എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 10⁻⁻2 എന്ന് പറയുന്ന പാർട്ടും കൊടുത്ത് സിംപ്ലിഫിക്കേഷൻ ചെയ്തു. അപ്പോൾ ക്യാൻസലേഷൻ, ഈ 2 പൈ 4 പൈ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 എന്ന് വരുന്നു. ദെൻ ഇവിടെ 10⁻⁻2 10⁻1 വരും. മുകളിലേക്ക് പോയാൽ 10⁻+1 ആകും. ഇത് +2 ആയി. -7 +2 -5 ആയി. ദെൻ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല. 2 ഇൻറ്റു 2 എന്തായി വന്നു? 4 ഇൻറ്റു 10⁻⁻5 വെബർ പെർ മീറ്റർ സ്ക്വയർ. അതാണ് അതിന്റെ ആൻസർ. അപ്പോൾ വീണ്ടും ഒരു ലോങ് വയറിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതും നമ്മൾ വളരെ ഈസി ആയിട്ട് അല്ലെ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ an electric current passes through a long straight wire at a distance of 5 cm from the wire, magnetic field is B, then at 20 cm from the straight wire would be none. So ആദ്യം ഇതിന്റെ നമ്മൾ നേരത്തെ ഡിസ്റ്റൻസിന്റെ കോൺസെപ്റ്റ് ഓൾറെഡി എഴുതിയതാണ്. ഡിസ്റ്റൻസും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് പറഞ്ഞതാണ്. മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. സോ ആ ഒരു കോൺസെപ്റ്റ് വെക്കുമ്പോൾ സി നോക്ക്, ബി ഡാഷ് ബൈ ബി. എനിക്കതിൽ ബി ഡാഷ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ഡിസ്റ്റൻസ് എത്ര ഉണ്ട് നോക്കൂ. ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ എ ലോങ് സ്ട്രേറ്റ് വയർ, ഡിസ്റ്റൻസ് ഓഫ് 5 സെന്റിമീറ്ററിൽ ബി ആണ്. അപ്പോൾ 5 സെന്റിമീറ്ററിൽ ബി പറയുമ്പോൾ ബി എന്നുള്ള അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ അല്ലെ ന്യൂമറേറ്ററിൽ വരും. ദെൻ 20 സെന്റിമീറ്ററിൽ, അപ്പോൾ അങ്ങനെ എഴുതാം 5/20 എഴുതാം. സോ ബി ഡാഷ് ഈക്വൽ ടു എന്ത് വരും? 1/4 ഇൻറ്റു ബി, ദറ്റ് ഇസ് b/4. സോ ദ ആൻസർ ഓപ്ഷൻ നമ്പർ 2. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡും ഡിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സെറ്റ് ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി അമ്മീറ്റർ 13 ohm, സ്കെയിൽ ഈസ് ഗ്രാജുവേറ്റഡ് കറന്റ് 100 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡീഷൻ ഓഫ് എ ഷണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. അപ്പോൾ റെസിസ്റ്റൻസ് എസ് ഈക്വൽ ടു IgG/I-IG എന്ന് പറയുന്ന ഇക്വേഷൻസ് കൊടുത്ത് വേണം നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ. എങ്ങനെയാണ് വരുന്നത് നോക്കൂ. എസ് ഈക്വൽ ടു ഇക്വേഷൻ IG ഗാൽവനോമീറ്റർ കറന്റ് ഇൻറ്റു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ I- സ്റ്റുഡൻസ് നമ്മുടെ ഇക്വേഷൻ IgG/I-IG ആണ്. അപ്പോൾ ഇതിൽ ഗിവൺ ക്വസ്റ്റ്യൻ എന്നുള്ള വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി IG ഗാൽവനോമീറ്റർ കറന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 100 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 13 ohm. ദെൻ I ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടോട്ടൽ കറന്റ് 750 മൈനസ് IG ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100. It will be 1300 divided by
750 നിന്ന് 100 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 650. ഈ 650യുടെ ഡബിൾ ആണ് ന്യൂമറേറ്ററിൽ വരുന്ന 1300 അല്ലേ? സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും വരുന്നത്? 2 ohm എന്നായിരിക്കും വരുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. ശരിയല്ലേ? ഓപ്ഷൻ നമ്പർ 1 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻസ് ഓർത്ത് വെക്കുക, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ a galvanometer having a coil resistance 60 ohm full scale deflection, when a current of 1 ampere passes through it, it can converted ammeter to read currents up to 5 amperes by. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഏത് ഓപ്ഷൻ ആയിരിക്കും സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചതാണ്. ഒരു അമ്മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ലോ റെസിസ്റ്റൻസ് ഷണ്ട് പാരലായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഡിയർ സ്റ്റുഡൻസ്, ഇക്വേഷൻ അഗെയിൻ എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ഇക്വേഷൻ ആണ് അല്ലെ? എന്തായിരുന്നു ഇക്വേഷൻ? ഇക്വേഷൻ എസ് ഈക്വൽ ടു ഐ ജി ഗാൽവനോമീറ്റർ കറന്റ് ഇൻറ്റു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറന്റ് മൈനസ് ഐ ജി. ഇനി വാല്യൂസ് നോക്കൂ. ഗാൽവനോമീറ്റർ കോയിൽ റെസിസ്റ്റൻസ് 60 ohm. അപ്പോൾ 60 ohm എന്ന് തന്നിട്ടുണ്ട്. Then deflection when a current of 1 ampere passes through it, അപ്പോൾ IG തന്നിട്ടുണ്ട് 1 ampere divided by IG അല്ല, IG തന്നിട്ടുണ്ട് 1 ampere. ടോട്ടൽ കറന്റ് എത്രയാണ്? 5 എന്ന് തന്നിട്ടുണ്ട്. Then മൈനസ് 5ൽ നമ്മൾ മൈനസ് ചെയ്യണം. IG എന്നുള്ളത് എത്രയാണ് തന്നിട്ടുള്ളത്? വീണ്ടും നോക്കൂ, IG തന്നിട്ടുള്ളത് എത്രയാണ്? 1 ആണ്. സോ ഇറ്റ് വിൽ ബി 60/4 എന്ന് വരും അല്ലെ? 60/4 എന്ന് വരും. 60/4 എന്ന് പറഞ്ഞാൽ 60ൽ എത്ര 4 ഉണ്ട്? 15 അല്ലെ? 15 എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അപ്പോൾ 15 ഉണ്ട്, 15 ohm. അത് എങ്ങനെ കൊടുക്കണം? പാരലിൽ കൊടുക്കണം. സോ ലോ റെസിസ്റ്റൻസ് ഷണ്ട് പാരലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗാൽവനോമീറ്ററിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റാം? അമ്മീറ്റർ ആക്കിയിട്ട് മാറ്റാം. സോ അതാണ് ഈ ക്വസ്റ്റ്യൻ. സോ ഡിയർ സ്റ്റുഡൻസ്, ആ ഒരു ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് IgG/I-IG എന്നുള്ള ആ ഒരു പാർട്ട് വെച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സോളിനോയിഡ് ഹാസ് 1000 ടേൺസ് കറന്റ് തന്നിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ സോളിനോയിഡിന്റെ കേസിൽ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്കറിയാം? B = μ0 Ni അല്ലെ? സോളിനോയിഡിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? B = μ0 Ni. അപ്പൊ അതിൽ വാല്യൂസ് നോക്കൂ. സോളിനോയിഡ് ഹാസ് 1000 ടേൺസ് പെർ മീറ്റർ ലെങ്ത്. അപ്പോൾ 4π × 10⁻⁷ എന്നുള്ളതാണ് μ0യുടെ വാല്യൂ, എല്ലാവർക്കും അറിയാവുന്ന വാല്യൂ ആണ്. ഇൻറ്റു കറന്റ് തന്നിട്ടുണ്ട് 5 ആംപിയർ. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ആണ്. നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ടോ? സോളിനോയിഡ് 1000 ടേൺസ് അല്ലേ? അപ്പോൾ 10³ എന്ന് എഴുതി. ഇൻറ്റു കറന്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 5 ആംപിയർ. μ0 Ni എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തു. ഗിവൺ ഡാറ്റാസ് ജസ്റ്റ് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു. ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടുന്നത് നോക്കൂ. 10³ -7 ക്യാൻസൽ ചെയ്താൽ മൈനസ് എന്ത് കിട്ടി? 4 കിട്ടി. 5 × 4π എന്താണ് വരുന്നത്? 20π എന്ന് കിട്ടി. ഓക്കെ, ഇനി ഒന്ന് അറേഞ്ച് ചെയ്യൂ. ഈ 20 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? 2 × 10 × π × 10⁻⁻4 എന്ന് കിട്ടി. ഇവിടെ 10 ഉണ്ട്, 10⁻⁻4 ഉണ്ട്. -4 + 1 -3 ആണ്. സോ 2π × 10⁻⁻3 എന്ന് കിട്ടി അല്ലേ? സോ ആൻസർ എന്തായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ 2π × 10⁻⁻3 ടെസ്ല. എങ്ങനെയാണ് ഞാൻ ചെയ്തത്? μ0 Ni കൊടുത്തു. 4π × 10⁻⁻7 × n 1000 10³ ആണ്. ദെൻ കറന്റ് തന്നിട്ടുള്ളത് 5 ആംപിയർ ആണ്. 20π × 10⁻⁻4 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആഫ്റ്റർ 2 × 10 × π × 10⁻⁻4 എന്ന് വരും. 20 എനിക്ക് 2 × 10 എന്നാക്കി മാറ്റി എഴുതാം. ശരിയല്ലേ?
അങ്ങനെ വീണ്ടും 10⁻+1 10⁻⁴ ക്യാൻസൽ ചെയ്താൽ 10⁻³ എന്ന് കിട്ടുന്നു. സോ ഇറ്റ് വിൽ ബി 2π × 10⁻³ ടെസ്ല. വളരെ എളുപ്പമാണ്. ബേസിക് ആയിട്ടുള്ള ഒരു സോളിനോയിഡിന്റെ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ വാല്യൂസ് തന്നിട്ടുള്ള ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോവാം. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഡിയർ സ്റ്റുഡൻസ്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി, അതുപോലെ തന്നെ വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും അതിൻ്റെ കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. എന്തായാലും എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. എനിവേ, താങ്ക് യു.